ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ആടിൻ്റെ തലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് 2 ആടിൻ്റെ തലയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ബ്രെയിനാണ് കേട്ടോ. ഇത് ബാക്കിയുള്ള പാർട്സും. ഇത് നല്ലപോലെ കഴുകണം. നമ്മൾ പ്ലാസ്റ്റിക് കഴുകി മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു 6-7 തവണ നല്ല വൃത്തിക്ക് ഇറച്ചി കഴുകി മാറ്റുക. എന്നിട്ടിതിന് നല്ലപോലെ കഴുകി മാറ്റിയിട്ട് കുറേ നേരം ഡ്രൈ ആവാൻ വെക്കണം. ഇപ്പോൾ നിങ്ങളിത് കാണുന്നത് ഞാനിത് വാഷ് ചെയ്യുന്നതാണ്. ഈ വെള്ളം ഡ്രൈ ആവാൻ വയ്ക്കാം. കുറച്ച് നേരം അതങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കറിവേപ്പില, പച്ചമുളക് ആവശ്യത്തിന് ഒരു 4 പച്ചമുളക്, പട്ട, കറാമ്പൂ, പെരിഞ്ജീരകം, ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയുള്ളി, പിന്നെ തക്കാളി ഒരു 4 എണ്ണം, മല്ലിയില, ഒരു മുടി തേങ്ങ ചിരവിയത്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. പട്ട, കറാമ്പൂ, പെരിഞ്ജീരകം കുറച്ച് കൂടുതലിടണം. അതിനുശേഷം കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ കൂടെ ചേർക്കുക. അല്പം ഉപ്പ് ചേർത്താൽ ഇത് നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടും. ഇത് നല്ലവണ്ണം ഫ്രൈ ആയതിന് ശേഷം ഇതിങ്ങനെ ബ്രൗൺ കളർ ആയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ നല്ലപോലെ ബ്രൗൺ ആവണം. നല്ല ഡാർക്ക് ബ്രൗൺ ആയതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വലിയുള്ളി, ചെറിയുള്ളി, ഈ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കുക്കറിൽ ഇറച്ചി വേവിക്കാൻ ഉപയോഗിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ഈ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. ഇതിൽ മുളക് പൊടി 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണുമാണ് ചേർത്തത്. ഇനി നമുക്ക് കുക്കറിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. നമ്മൾ ഓയിലാണ് യൂസ് ചെയ്തത്. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വലിയുള്ളി എന്നിവ നമ്മൾ അരിഞ്ഞു വെച്ചത് ചേർക്കുന്നു. നല്ലപോലെ വഴറ്റുക. അതിലേക്ക് പച്ചമുളക്, വീണ്ടും അല്പം ഉപ്പ്, തക്കാളി 4 തക്കാളി അരിഞ്ഞത് എന്നിവ ചേർത്ത് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആക്കുക. അതിനുശേഷം അല്പം കൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നു. അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ഇറച്ചിയെ ആഡ് ചെയ്യാണ്. അല്പം കുരുമുളകും കൂടി. ഈ സമയം കൊണ്ട് നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. എന്നിട്ടിത് കുക്കറിൽ നമ്മളൊരു 7 വിസിൽ വയ്ക്കുക. 6-7 വിസിൽ വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 6-7 വിസിൽ വെക്കേണ്ടതാണ്. നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. മട്ടൻ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് വെളിച്ചെണ്ണ ആവശ്യമുള്ള ചേർക്കാം. ഇതിന് പറ്റിയ കോമ്പിനേഷൻ ദോശ, ഇഡ്ഡലിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയൂ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ.